KSRTC ബസ്സിനകത്ത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മൂകാംബികയും പിന്നെ കുടജാദ്രിയിലേക്കൊരു യാത്രയുണ്ട് ജീപ്പിനകത്ത്. അത് നമ്മുടെ കിളി പോവും. മലയും കയറി മുകളിലെത്തിയാലേ അറിവിന്റെ തമ്പുരാൻ തപമിരുന്ന പീഠവും കണ്ട് നമുക്ക് തിരിച്ചു പോരാം. അപ്പൊ വിട്ടാലോ? പാലക്കാട് നിന്നും കൊല്ലൂരിലേക്ക് പോകുന്ന മിന്നൽ ബസ്സിനകത്ത് കയറിയിട്ടേ രാവിലെ ആവുമ്പോഴേക്കും നമ്മളിതാ കൊല്ലൂരിലെത്തി. സൗപർണിക നദിയുടെ കരയിലാണ് മൂകാംബിക ക്ഷേത്രം. ഇനി നമ്മളെ കുടജാദ്രിയിലേക്കാണ് പോകുന്നത്. ജീപ്പിനകത്ത് വേണം പോവാൻ. 8 പേർക്കാണ് ഒരു ജീപ്പിൽ പോകാൻ പറ്റുക. ഒരാൾക്ക് 470 രൂപയാണ് വരിക. 40 കിലോമീറ്ററിനടുത്ത് ദൂരം പോവാനുണ്ട്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല, പക്ക ഓഫ് റോഡ്. 7 കിലോമീറ്റർ ദൂരം ഇതേപോലെ തന്നെയാ. ഇളകി മറഞ്ഞ് കുഴിയിലും കുണ്ടിലും ഒക്കെ ചാടിയിട്ടേ മുകളിലെത്തിയാലേ ഇവിടുന്ന് മുകളിലേക്ക് ഇനി 1.5 കിലോമീറ്റർ ദൂരം നടക്കണം. കോടമഞ്ഞും തണുപ്പും ഇവിടുത്തെ എല്ലാ വൈബും ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ മഴക്കാലത്ത് തന്നെ വരണം. ഇല്ലെങ്കിൽ രാവിലെ നേരത്തെയോ വൈകിട്ടോ വരണം. ഇവിടുന്ന് കാല് തെറ്റിയാൽ തീർന്ന്. ഈ മലയുടെ ചുറ്റുഭാഗത്തും മഴക്കാടുകളാ. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 8 മാസവും ഇവിടെ മഴ ലഭിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കോടമഞ്ഞും ഉണ്ടാവും. ഇതാണ് അറിവിന്റെ തമ്പുരാൻ ശ്രീ ശങ്കരാചാര്യർ തപസിരുന്ന പീഠം, സർവജ്ഞ പീഠം. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ വന്നുകൊണ്ട് തന്നെ കാണണം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ Free20 യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം നേരെ കുടജാദ്രിയിലേക്ക് പോവല്ലേ.